ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രഞ്ജൂസ് അട്ടപ്പാടി എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അട്ടപ്പാടിയിൽ നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾക്ക് കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഒരാഴ്ചയിലധികമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എന്നോട് കുറച്ച് പേരൊക്കെ ചോദിച്ചു എന്താ വീഡിയോ ഒന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ പുതിയ വീഡിയോ. വേറെ ഒന്നുമല്ല, കർക്കിടക മാസമൊക്കെ ആയില്ലേ. അപ്പോൾ കർക്കിടക മാസത്തിൽ നമുക്ക് നല്ലൊരു താളി പാക്കൊക്കെ ഇട്ടിട്ട്, കർക്കിടക താളി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് കർക്കിടക മാസത്തിൽ നമ്മൾ എങ്ങനെയാണ് താളി ഉപയോഗിക്കുന്നത്, എന്തെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആ താളിക്കൂട്ടിനായിട്ട് എന്തെല്ലാം ഔഷധ ഗുണങ്ങളുള്ള കാര്യങ്ങളാണ് നമ്മൾ ചേർക്കുന്നത് എന്നതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനായിട്ട് ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടോ, ഞാൻ ഇന്ന് രാവിലെ കുളിക്കുന്നതിന് മുന്നേ നമ്മുടെ താളി നന്നായിട്ട് യൂസ് ചെയ്തിരുന്നു. താളി ഉപയോഗിച്ച് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ. നല്ല ഒരു സുഖം കിട്ടി തലയ്ക്ക്, നല്ല സുഖം ഉണ്ടായിരുന്നു തലയ്ക്ക്. അതുപോലെ തന്നെ നല്ല ഷൈനിങ് ഒക്കെ കിട്ടി, നല്ലൊരു കറുത്ത കളർ മുടിക്ക് കിട്ടിയെന്നൊക്കെ എനിക്ക് തോന്നി. അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് ഈ ഒരു താളി പാക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാമാണ് ഇതിൽ ചേർക്കുന്നതെന്നൊക്കെ ഒന്ന് നോക്കി നല്ല അടിപൊളിയായിട്ട് നമുക്കത് ചെയ്തിട്ടൊക്കെ വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അല്ലേ, ഞാൻ ഇതിൽ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത്. മെയിനായിട്ട് ഞാനിതിൽ ചേർത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുക്കുറ്റിയാണ്. മുക്കുറ്റി മഴക്കാലത്താണ് ഒരുപാട് സുലഭമായി നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ മുക്കുറ്റി നമ്മുടെ കർക്കിടക മാസത്തിലാണ് ഒരുപാട് ഉണ്ടാകുന്നത്. കർക്കിടക മാസത്തിൽ നമ്മൾ നമ്മുടെ മുടിക്കും ശരീരത്തിന് രക്ഷ ചെയ്യാറുണ്ട് അല്ലേ, അതുപോലെ തന്നെയാണ് നമ്മുടെ മുടിക്ക് രക്ഷ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ അതിനകത്ത് മുക്കുറ്റി ചേർത്തിട്ടുണ്ട്, കീഴാർനെല്ലി ചേർത്തിട്ടുണ്ട്. കീഴാർനെല്ലി നിങ്ങൾക്കറിയാലോ, അതും മഴക്കാലത്താണ് സുലഭമായിട്ട് നമുക്ക് കിട്ടുന്നത്. കീഴാർനെല്ലി നമ്മുടെ നല്ലോണം മുടി വളരാനൊക്കെ സഹായിക്കുന്നുണ്ട്. നമ്മളെ എണ്ണയൊക്കെ കാച്ചി ഉപയോഗിക്കുന്നവരുണ്ട്, ഒരുപാട് പേര് എണ്ണയൊക്കെ കാച്ചി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ തുളസി, കരിന്തുളസിയാണ് കേട്ടോ അതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. കരിന്തുളസി, അതിലുള്ള മറ്റ് ചേരുവകളെല്ലാം കൂട്ടിയിട്ട് നമ്മൾ നന്നായിട്ട് നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ട് നല്ല രക്ഷ, നമ്മളൊരു എണ്ണ കാച്ചി തേക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങളൊരാഴ്ചയിൽ ഒരു ദിവസം വിട്ടിട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഇന്ന് ചെയ്താൽ നാളെ ചെയ്യേണ്ട, പിന്നെ മറ്റന്നാൾ, അങ്ങനെ ഒരു മെത്തേഡിൽ ചെയ്തു പോവുകയാണെങ്കിൽ നല്ലതാണ്. ഇത് കർക്കിടക മാസത്തിൽ മാത്രമല്ല കേട്ടോ ചെയ്യേണ്ടത്. നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് ഈ സാധനമൊക്കെ കിട്ടുമെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. എങ്കിലും മുക്കുറ്റിയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കർക്കിടക മാസത്തിലാണ് കൂടുതലായിട്ടും കിട്ടുന്നത്. മഴക്കാലമാണ്, ചിലർക്കത് ഉപയോഗിക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ തോന്നുവാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട കേട്ടോ. നിങ്ങൾക്ക് 5 മിനിറ്റ്, ഞാൻ വെറും 5 മിനിറ്റ് മാത്രമേ അത് തേച്ച് വെച്ചിട്ടുള്ളൂ എൻ്റെ തലയിൽ. 5 മിനിറ്റിന് ശേഷം ഞാൻ വാഷ് ചെയ്ത് കളയുക ചെയ്ത്. പക്ഷേ എന്നിട്ടും എനിക്ക് നല്ലൊരു സുഖമായിട്ട്, നല്ല തലയ്ക്കൊക്കെ നല്ലൊരു സുഖമുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമുക്ക് നല്ല കുളിർമയൊക്കെ കിട്ടും. മഴയാണെന്ന് കരുതിയിരിക്കുകയൊന്നും വേണ്ട. ചിലർക്ക് മഴയുടെ ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷെ നമുക്ക് വെയിലുള്ള ദിവസങ്ങളിൽ ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരുപാട് പേരെൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. ഞാൻ ഈ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ മാത്രം
നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും ഈ വീഡിയോ സ്വാഗതമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തെറ്റുകുറ്റങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട് ഒരുപാട് പേര്. അത് ഒരുപാട് സന്തോഷമുണ്ട്. തെറ്റുകളൊക്കെ തിരുത്തി ഓരോ വീഡിയോസൊക്കെ കാണുകയും എന്നെ അതായത് എൻ്റെ മുന്നോട്ടുള്ള എന്താ പറയുക, എൻ്റെ മുന്നോട്ടുള്ള വീഡിയോസിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കണം കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ കിട്ടുന്ന ഈ മുക്കുറ്റിയാണേലും കീഴാർനെല്ലി ആണേലും ചെമ്പരത്തി ഇലയാണേലും അതുപോലെ പനിക്കൂർക്ക ഇല അങ്ങനെയുള്ള എല്ലാം കൂട്ടിയിട്ട് നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടിയെന്ന് വരില്ല എപ്പോഴും. പക്ഷെ നമുക്ക് ഏതാണോ കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൂട്ട് നിങ്ങൾ താളി ചെയ്യുക. താളി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് യാതൊരു ദോഷങ്ങളും നമ്മുടെ തലയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ മുടിക്കോ വരുന്നില്ല. ഗുണങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടിപ്സുകളായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണുക. ഓക്കെ, താങ്ക് യു.